നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെങ്കോട്ട സ്ഫോടനം. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരെ കണ്ടെത്താൻ ശ്രമം. ചെങ്കോട്ട സ്ഫോടനത്തിൽ പ്രതിയായ ഡോക്ടർ ഷഹീന്റെ മുറിയിൽ നിന്ന് 18 ലക്ഷം രൂപ കണ്ടെത്തി. തെളിവെടുപ്പിനിടെയാണ് NIA സംഘം പണം കണ്ടെത്തിയത്. ഷഹീന്റെയും മുസ്ലിമിന്റെയും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരെ കണ്ടെത്താനും NIA നടപടി തുടങ്ങി. 12 പേരാണ് ചടങ്ങിനെത്തിയത്. അതേസമയം അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഡോക്ടർ ആദിലിനെയും ഇന്ന് ഫരീദാബാദിലെത്തിക്കും. അതിനിടെ അൽ ഫലാഹ് സർവകലാശാല ചെയർമാൻ ഭൂമി തട്ടിപ്പ് നടത്തിയെന്നും ED കണ്ടെത്തി. മരിച്ചവരുടെ പേരിലടക്കം വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഭൂമി കുംഭകോണം നടത്തിയതെന്നാണ് EDയുടെ കണ്ടെത്തൽ. എറണാകുളത്ത് CPM പുറത്താക്കിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം. എറണാകുളം ചേന്ദമംഗലത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഫസൽ റഹ്മാനെയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ വടക്കേക്കര സ്വദേശി മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനോജാണ് ഫസൽ റഹ്മാനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മനോജും ഫസലും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. CPM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ഫസൽ കഴിഞ്ഞ ഭരണസമിതിയിൽ പഞ്ചായത്ത് അംഗമായിരുന്നു. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു ഫസലിനെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. വോട്ട് ചോദിച്ചുള്ള പ്രചരണം നടത്തുന്നതിനിടെ ഫസലും മനോജും തമ്മിൽ തർക്കമുണ്ടായി. പഞ്ചായത്തിൽ വ്യവസായം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഫസലിനെതിരെ ആരോപണം ഉന്നയിച്ച് മനോജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനുശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെയാണ് മനോജ് ഫസലിനെ കുത്തുന്നത്. ഫസലിന്റെ പുറത്താണ് കുത്തേറ്റത്. പണിതീരാത്ത കെട്ടിടത്തിൽ നിന്നും സ്ത്രീയുടെ തലയോട്ടി. ഭർത്താവ് കസ്റ്റഡിയിൽ. തലശ്ശേരിയിലാണ് സംഭവം. തലയോട്ടി കാണാതായ തമിഴ്നാട് സേലം സ്വദേശിനിയായ വയോധികയുടേതെന്നാണ് സംശയം. ഇവരുടെ മകൾ നൽകിയ പരാതിയിൽ തലശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തലയോട്ടിക്ക് 6 മാസം പഴക്കമുണ്ടെന്നാണ് സൂചന. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് വയോധികയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 3-ാം പ്രതി മണികണ്ഠൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിൽ കൈഞ്ഞരമ്പ് മുറുക്കിയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കൈഞ്ഞരമ്പ് മുറിച്ചു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠൻ വീട്ടിലേക്ക് മടങ്ങി. കേസിൽ ഡിസംബർ 8-ന് വിധി പറയാനിരിക്കെയാണ് ജീവനൊടുക്കാൻ ശ്രമം നടന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം. C ബ്ലോക്കിൽ AC-യുടെ യന്ത്രഭാഗങ്ങൾ സൂക്ഷിക്കുന്ന ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. രോഗികൾ ഇല്ലാത്ത ഭാഗത്താണ് തീപിടുത്തമുണ്ടായതെന്നാണ് വിവരം. വൻതോതിൽ പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കിയെങ്കിലും കൃത്യമായ ഇടപെടലുകൾ വഴി വൻ ദുരന്തം ഒഴിവായി. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നും സമീപത്തെ കോച്ചുകളിലേക്കും പുക വ്യാപിച്ചു. ഉടൻ തന്നെ ആശുപത്രി അധികൃതർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചതനുസരിച്ച് ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ സ്ഥലത്തെത്തി. മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ അഗ്നിശമന സേന തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം.